എന്റെ അമ്മ എന്ന് പറയുന്നു. അമ്മയെ പറ്റി ഞാൻ രുക്മിണിയുടെ അമ്മയാണ്. ബൈ പ്രൊഫഷൻ ഞാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഡിസേബിൾഡ് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ. ജേർണി വിത്ത് യു. ഞാനും നേരിട്ടുള്ള യാത്രയുടെ തുടക്കം അങ്ങനെ. എന്റെ മാരേജ് കഴിഞ്ഞ് 5 years കഴിഞ്ഞാണ് രുക്മിണി ജനിക്കുന്നത്. ആദ്യപ്പോഴും നമ്മ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അവള് ജനിച്ചു പ്രിമച്യൂർ ആയിരുന്നു. ജനിച്ച് ഇങ്ങനെ സ്പെഷ്യൽ കുട്ടിയാണെന്ന് അറിയുന്നത് 4 months ആയപ്പോഴാണ്. അപ്പോൾ ആക്ച്വലി എല്ലാരെയും പോലെ തന്നെ അതൊരു ഷോക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ കാര്യങ്ങൾ ഈസിയായി. അതിനുശേഷം മോളോട് എനിക്ക് ശരിക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയെന്നാണ് എന്റെ വിചാരം. ശരി, ചിലപ്പോ എനിക്ക് ആലോചിക്കാറുണ്ട്, നീ എന്റെ ലൈഫിൽ വന്നത് എന്നെ മാറ്റാൻ കൂടിയാണെന്ന് ചിലപ്പോ തോന്നാറുണ്ട്. ഞാനില്ലെങ്കിൽ മേ ബി കേരളത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. മേ ബി ഹൗസ് വൈഫ് ആയിരിക്കാം, ഇല്ലെങ്കിൽ മാക്സിമം ഒരു സ്കൂൾ ടീച്ചറായിട്ട് വർക്കല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒതുങ്ങുമായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. മോള് വന്ന ശേഷം ഒരുപാട് ഞാൻ കുറച്ചുകൂടെ സ്വന്തമായിട്ട് മറ്റൊന്നും അതിന് മുമ്പ് എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പായിരുന്നു. സ്വന്തമായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ചെയ്യാൻ നീ വന്ന ശേഷം പറ്റി. ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്ന് ജീവിക്കാനും, ഒറ്റയ്ക്കെന്ന് പറയില്ലേ, ഫാമിലിയോടെ തന്നെ വന്ന്. പക്ഷെ മോളെ അച്ഛൻ എപ്പോഴും വെളിയിലായിരുന്നല്ലോ. അപ്പം ഷോർട്ട് പീരീഡിൽ വരുന്നതായിരുന്നു. പക്ഷെ എനിക്ക് പിള്ളേരെ തനിയെ മാനേജ് ചെയ്യാനും എൻ്റെ പ്രൊഫഷൻ അതേപോലെ കൂടെ കൊണ്ടുപോകാനും അമ്മ എന്റെ എന്നാ മനോജി ഇത് എല്ലാവർക്കും ഇത് മലയാളം ബുദ്ധിയുണ്ട്. അമ്മ ചെയ്യുന്ന മോൾ ചോദിച്ചത് ഞാനൊരു സ്പെഷ്യൽ കുട്ടിയായിരുന്നു. എന്നെയും പിന്നെ ഒരു നോർമൽ കുട്ടിയും തനിയെ ഒരു പുതിയ സ്ഥലത്ത് ഞങ്ങൾ ചെന്നൈയിൽ വന്ന് മാനേജ് ചെയ്യാൻ എങ്ങനെ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന്. സ്ത്രീകൾക്ക് ആക്ച്വലി ഒരു പ്രത്യേക കഴിവുണ്ടെന്നാ പറയണം. മൾട്ടി ടാസ്കിങ് നല്ല ഈസിയാണ് അവർക്ക്. സിറ്റുവേഷൻ അനുസരിച്ച് മാറും. മോസ്റ്റ് ഓഫ് ദ ലേഡീസ് അങ്ങനെയാണ്. ഞാൻ ആ ടൈപ്പിലുള്ള ഒരാളെന്ന് പറയാം. നമുക്കൊരു ഡിഫിക്കൽറ്റി വരുമ്പോൾ വീണ്ടും നമ്മളറിയാതെ നമുക്കുണ്ടാവുന്ന കഴിവുകൾ വെളിയിൽ വരും. അപ്പൊ അങ്ങനെ എനിക്ക് ഞങ്ങൾ രണ്ടുപേരെയും മാനേജ് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷെ ഡേയ്സ് ചില സമയത്ത് ചില ദിവസങ്ങളിൽ ഞാൻ ഒരു ഫുൾ ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. എന്ത് ചെയ്യട്ടെന്ന് അറിഞ്ഞുകൊണ്ടത്. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, നിങ്ങളിൽ നിന്ന് എനിക്ക് എനർജി കിട്ടിയ പോലെ ആയിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയോ സംഭവം മാനേജ് ചെയ്തു എല്ലാം. അന്നൊക്കെ എന്തെങ്കിലും പറയാൻ അജീസ് പറഞ്ഞ നോ പറയാൻ തന്നെ ആ സമയത്ത് ഞാൻ യങ് ജനറേഷനില് നമുക്ക് ഒരാളുടെ എന്തെങ്കിലും ഇഷ്ടമല്ലാത്തായാലും നമ്മൾ നോ പറയാൻ ഒരു പേടിയായിരുന്നു. നോ പറയില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. ഒരു സ്ഥലം ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമില്ലാത്തത് നോ പറയും. ഒരാൾ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ചെയ്യണ പോലെ തോന്നിയ അതിനെ അവരുടെ അടുത്ത് തന്നെ അവരുടെ ഓപ്പൺ ആയിട്ട് അവരുടെ പറയാനുള്ള ധൈര്യമുണ്ട്. മോൾ ചോദിക്കുന്നത് സ്വന്തമായിട്ട് നമ്മളെ സെൽഫ് ലവ് വേണോ അതോ ഫാമിലിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷെ ആക്ച്വലി ഞാൻ പറയണത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ്. നമ്മളെ ഫാമിലി ഉണ്ടായാൽ തന്നെ നമുക്കെന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ടൈം ഉണ്ടാകും. മേ ബി അതൊരു ഒരു ഡേ 24 hours ഒരു ½ an hour ആവാം, 1 hour ആവാം. ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വീട്ടിലെ ജോലിയുണ്ട്, ഞാൻ സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് വേണ്ടി 1 hour വാക്കിംഗ്, എനിക്ക് വേണ്ടി ആഴ്ചയിൽ 3 ദിവസം സുംബ ക്ലാസ്, എനിക്ക് വേണ്ടി വീക്കിലി വൺസ് ടെന്നീസ് ക്ലാസ്, അങ്ങനെ എനിക്ക് വേണ്ടി ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒതുക്കി വെക്കാനോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേണ്ടിയുള്ള ഒരു സമയം. അമ്മ
മാനേജ് മോളെ എപ്പോഴും മാനേജ് ചെയ്യാനാണ് എനിക്ക് ഈസി ആയിരുന്നു. ആക്ച്വലാ നീ കൊച്ചായിരുന്നപ്പോൾ മാനേജ് ചെയ്യാൻ തന്നെയായിരുന്നു ഈസി. എപ്പോഴും കുറച്ച് നിന്നെ സന്തോഷിപ്പിക്കാൻ എളുപ്പമായിരുന്നു, മാനേജ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇപ്പൊ വലുതായ ശേഷം വലിയൊരു ഒരു യങ് ലേഡി, അപ്പോ നിനക്ക് നിന്റേതായ ഒപ്പീനിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ എല്ലാം എന്റെ ഒപ്പീനിയൻ തന്നെ ആവണമെന്നില്ല, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. നിനക്ക് നിന്റെ പ്രിഫറൻസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ റെസ്പെക്ട് ചെയ്യും. ഞാൻ അതുകൊണ്ട് ആ സ്പേസ് തരാൻ ശ്രമിക്കുന്നു. അമ്മത്തെ എന്താ അമ്മ ജോബ് ആക്ച്വലി അത് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുന്നു. മോളടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷെ നീ മൂഡ് ഔട്ട് ആവുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് നിന്റെ സന്തോഷത്തിനെ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ചിലപ്പോ ഇഷ്ടമല്ലാത്തത് ചിലപ്പോ പറയാതിരിക്കാറുണ്ട്. പക്ഷെ കഞ്ചനോട് കുറച്ചുകൂടെ ഓപ്പൺ ആണ്. അവൾ കുറച്ചുകൂടെ ഓപ്പൺ, ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് മീ ബെറ്റർ എന്നുള്ള തോന്നലുണ്ട്. അന്നത്തെ വുമണും ഇപ്പോഴത്തെ വുമണും, അന്നത്തെ വുമൺ ഒരുപാട് സാക്രിഫൈസ് ചെയ്യും. അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് ഫാമിലിക്ക് വേണ്ടിച്ച് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ഫാമിലീസിൽ. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് അവരുടേതായ, അവര് എഡ്യൂക്കേറ്റഡ് ആണ്, അവര് സ്വന്തം കാലിൽ നിൽക്കുന്നു, വർക്ക് ചെയ്യുന്നു, അവരുടേതായ അഭിപ്രായമുണ്ട്. ഒരു സ്ഥലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവരത് വിട്ടിട്ട് വേറെ സ്ഥലത്തോട്ട് പോകാൻ അവർക്ക് മടിയില്ല. അത് ആക്ച്വലി നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ആസ് എ മദർ, എസ്പെഷ്യലി കുട്ടി ജനിച്ചാൽ ആക്ച്വലി ഏറ്റവും ഈസി, ഞാൻ മോള് ആദ്യം പറഞ്ഞ പോലെ കാര്യം, ആ കുട്ടിയെ അങ്ങനെ ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്താ ഈസിയാവും. പിന്നെ ഇപ്പൊ നമ്മളെ സ്പെഷ്യൽ കുട്ടികളായിട്ട് കാണണ്ട, അതാണ് എന്റെ അഭിപ്രായം. അവരും ദേ ഹാവ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്, പഠിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അവരെ നമ്മൾ ഈക്വൽ ആയിട്ട് കണ്ടിട്ട് ആ ഫാമിലി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതാണ് വേണ്ടത്. ശരി, അതാണ് ഒരു കുട്ടിയുടെ ആരാണ് അവരെന്ന്, നോർമൽ കുട്ടിയായാലും സ്പെഷ്യൽ കുട്ടിയായാലും അവരാണെന്ന് തിരിക്കുന്നതിൽ ഒരു മേജർ റൂൾ അമ്മയ്ക്കുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മിക്കൽ കോഡ് കണക്ഷൻ ജനിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മളെ കണ്ട് കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി വാല്യൂസ് ഉള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ ലീഡ് ചെയ്താൽ കുട്ടികളും അതേപോലെ തന്നെ നമ്മൾ നല്ല വ്യക്തികളായിട്ട് മാറും, നല്ലൊരു ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാറും. ന്യൂ മദറിനെ, ഒരു ന്യൂ മദർ എങ്ങനെ ബാലൻസ് ചെയ്യും അവരുടെ ജീവിതവും കുട്ടിയുടെ ജീവിതവും. ആക്ച്വലി ഞാൻ എപ്പോഴും പറയണ ഒരു പ്ലാൻഡ് പ്രഗ്നൻസിയാണ് എപ്പോഴും ബെസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വുമൺ അല്ലെങ്കിൽ സ്ത്രീ അവരമ്മയാവാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പ്രഗ്നന്റ് ആവുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഈസി. അവർക്ക് അവരുടെ സമയം കണ്ടുപിടിക്കാനും കുട്ടിയെ നോക്കാനും കുട്ടിയെ നോക്കാൻ വേറെ ജോലിക്ക് പോകണമെങ്കിൽ വേറെ ആൾട്ടർനേറ്റ് എന്ത് ചെയ്യാന്ന് ആലോചിക്കാനും പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര സ്മാർട്ടാണ്. അവർക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടത്. പഴയ അമ്മമാരെ കാട്ടി മച്ച് ബെറ്റർ ആണ് ഇപ്പോഴത്തെ അമ്മമാരെന്നാണ്, സ്മാർട്ടർ ആണെന്നാണ് എന്റെ വിചാരം. അതുകൊണ്ട് അവർക്ക് അറിയാം എന്ത് ചെയ്യണം. ഞാനായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. They know what to do. അതാണ് ഇപ്പോഴും. പണ്ടാണെങ്കിൽ ഈ 98% വാങ്ങുന്ന കുട്ടികളാണ് ലൈഫിൽ സക്സസ് ആവണം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പൊ അതല്ല.
ഇപ്പം വലിയ ആവറേജ് കുട്ടികൾ വരെ വളരെ ഷൈൻ ആവുന്നുണ്ട് ലൈഫിൽ എന്ന് വെച്ചാൽ അവർക്ക് ഏതിൽ നമ്മൾ ടാലന്റ് എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നമ്മൾ പോവുക അപ്പൊ ഓട്ടോമാറ്റിക് ജീവിതത്തിൽ സക്സസ് ആവും പിന്നെ ഇവരുടെ മുമ്പേ വൈദ്യ അവർ ഓഫീസിൽ ആദ്യമായിട്ട് വന്നു ഇപ്പൊ പഠിക്കാൻ പറ്റുന്ന പപ്പന്റെ മുമ്പ് ഇത് വാങ്ങുമ്പോ അതായത് മുമ്പ് മുതൽ ഇപ്പൊ വന്നെ ഓക്കെ ശരി അത് കറക്റ്റാണ് പറഞ്ഞത് പണ്ടത്തെ വുമണെക്കാട്ടി ഇപ്പോഴത്തെ എന്റെ പോലെ ഉള്ള ജനറേഷനിലെ ലേഡീസ് അവർ ചെറുതിലേക്ക് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങൾ ഫോർ മ്യൂസിക് പഠിക്കുന്നതോ ഡാൻസ് പഠിക്കുന്നതോ ഒക്കെ അവർ ഒരു പ്രായത്തിന് ശേഷം ഇൻ ദർ 50s or 60s അവര് പഠിക്കുന്നുണ്ട് അതൊരു വലിയ നല്ല കാര്യമാണ് നമുക്ക് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കണം എന്ന് പറഞ്ഞത് ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ഒരു ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് അമ്മ വൈകാതെ പിന്നെ വയസ്സാകാലത്ത് നമ്മൾ എന്ത് ഇങ്ങനെ ലീവിടുന്നതാണ് ആക്ച്വലി നമ്മൾ പ്രായമായി എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ പാടില്ല ഇതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നിടത്തോളം നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുക ജോലി ചെയ്യുക നമ്മളെ ഹോബീസ് കൊണ്ടുപോവുക നമ്മളെ വർക്ക് കൊണ്ടുപോവുക അങ്ങനെ ലൈഫ് മീനിങ് ആയിട്ട് എപ്പോഴും വെച്ചിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ചെറിയ ചെറിയ സന്തോഷങ്ങളില് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക നമ്മൾ ആരുടെ ലൈഫായിട്ട് നമ്മളെ ലൈഫ് കമ്പയർ ചെയ്യാതിരിക്കുക എന്റെ ലൈഫ് ഇങ്ങനെ അതാണ് ആര് ലൈഫായിട്ടും ആരും കമ്പയർ ചെയ്യാതിരിക്കുക എനിക്ക് എന്തൊക്കെ പോസിറ്റീവ് ഉണ്ട് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടിരിക്കുക നന്ദിയായിട്ടിരിക്കുക ദൈവത്തിനോട് ദൈവം നമുക്ക് ഇത്രയൊക്കെ തന്നിട്ടുണ്ട് സോ ഹാപ്പി അബൌട്ട് അതമ്മ ബൈ ബൈ Bye.